ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലോസ്റ്റ് മാർക്കർ. സോ ഇനി വന്നിരിക്കുന്ന പുതിയ വീഡിയോ ആയിട്ടാണ്. തമ്പനില്ലാണ്ട് മാതിരി ലെസ് പ്ലാൻ്റെ മൂന്നാമത്തെ ലെസ് പ്ലേ. മൂന്നാമത്തെ ലെസ് പ്ലേ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കത് മടങ്ങുന്നുണ്ട്. ഞാൻ ചെയ്ത എല്ലാ സീരീസുകളും ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ മോഡേണറിയ കയറി, മോഡേണറല്ല കെമി എന്ന് പറഞ്ഞ സെർവർ കയറി, അതടിച്ച് പോയി. രണ്ടാമത് മോഡേണറിയ കയറി, അതടിച്ച് പോയി. ഞാൻ ഒന്നാമത് പിന്നെ MCRP കയറി. MCRP അല്ല, അതിന് മുമ്പ് ഞാൻ തന്നെ ഒരു സെർവർ ഉണ്ടാക്കിയെന്നല്ലോ. കുറേ സെർവർ ഉണ്ടായി. മൈൻ സിറ്റി കയറി, അതും ആഴ്ചയല്ലാത്തതുകൊണ്ട് എല്ലാവരും അടിച്ച് കൊണ്ടുപോയി. പിന്നെ വേറൊന്നുണ്ടായി MCRP എന്ന് പറഞ്ഞ്, എന്തൊക്കെ ഹാക്കായി പോയി. പിന്നെ ഞാൻ ലെസ്പ് ഇടാൻ തുടങ്ങി, ലെസ്പ് അടിച്ച് പോയി. പിന്നെ ഉടായ്പിട്ട് അത് എത്ര പെട്ടെന്ന് എനിക്ക് വീഡിയോ ഇടാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. അങ്ങനെ അത് തീർന്ന്. ഫസ്റ്റ് സീസൺ 3 സീനായിരുന്നു. ഓക്കെ, വൺ മാൻ ആർമിയാണ് അതിൽ ജയിച്ചതെന്നാണ് പറഞ്ഞിട്ട്. എന്നെങ്ങനെയൊക്കെയാണോ എന്തോ. അപ്പോൾ ഇനി പിന്നെ മറ്റേ ഡിസ്പ്ലേ ഞാൻ വീട് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി. അപ്പോഴത്തേക്കും എൻ്റെ ലാപ്ടോപ്പ് അടിച്ചു പോയി. പണ്ടത്തെ i3 പണ്ടത്തെ അല്ല, പഠിത്തത്തെ i3 ജനറേഷൻ 11 ആണ് ഞാൻ ഉണ്ടാക്കിയോണ്ടാണെന്ന് തോന്നുന്നു. വലിയ വീടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം തന്നെ അടിച്ചു പോയി. പക്ഷേ ഇനി ഞാൻ അടിച്ചു പോകാൻ സമ്മതിക്കൂല. പോയോ? കുയ് ഇനി ഞാൻ അടിച്ചു പോകാൻ സമ്മതിക്കൂല. ഇനി അടിച്ച് ഞാൻ പോകാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് മടുത്തു. അടിച്ചു പോയി, വീണ്ടും തുറന്നു അടിച്ചു പോയി. ഇനി ഞാൻ ഈ ലെസ് പ്ലേ ഒരിക്കലും നിർത്തൂല. സീരിയസ് ആയിട്ട് പറയാണ്. എത്രാമത്തെ വർഷമാണ് ഞാനിത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്? അതിൻ്റെ അടുക്ക് അവൻ്റെ ഒരു പോയിന്റ് കുറച്ചിൽ അതാ പോകുന്നു. സസ്പെക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. ഈ ഷിഫ്റ്റ് ക്ലിക്കിന് അവൻ്റെ ആവശ്യമല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ലെസ് പ്ലേ കളിക്കാൻ തുടങ്ങി. ഈ ലിഫ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഷിഫ്റ്റ് ക്ലിക്ക് വെക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത്. എൻ്റെ അടുക്കൊന്ന് വീഡിയോ കട്ടായി. അപ്പോൾ ഞാൻ പുതിയ ലെസ് പ്ലേ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞാനൊരു ഒരു ട്രെയിനിൽ നിന്ന് വുഡൊക്കെ എടുത്തു. അപ്പുറത്തെ കരയിലെ ഹായ് ഹൂയ്. നമുക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വെറുതെ ഒരു വീഡിയോ ഇടുന്നു. കാലങ്ങൾക്ക് ശേഷമല്ലേ. അപ്പം ഞാൻ പറയുന്നു, പക്ഷേ ഒരു വീടുണ്ടാക്കല്ല, ഒരു ബെഡും വെച്ച് മൈൻക്രാഫ്റ്റിൻ്റെ ഏറ്റവും ഹൗസൊക്കെ ഉണ്ടാക്കി ഞാൻ സെറ്റായിരിക്കുവാണ്. വേണേ കാണിച്ചു തരാം. എൻ്റെ ബാക്കിലുള്ള ഈ വീട് മൈൻക്രാഫ്റ്റിൽ ആരും ഉണ്ടാക്കാത്തതാണ്. എൻ്റെ ബാക്കിൽ കാണും ഒരു ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളും മാത്രം വെച്ച് കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാനൊരു വീട് വരെ ഉണ്ടാക്കി. എൻ്റെ കേവ് എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ഉള്ളവനല്ല. ഞാൻ ജനിക്കേണ്ടവനല്ല. ഞാൻ ഡ്രീമിൻ്റെ അടുത്തൊക്കെ വരേണ്ടവനാ. ഹാലിൻ്റെ കുടുംബക്കാരനൊക്കെ ആയിട്ട് വരേണ്ടവനാ. എന്ത് ചെയ്യാനാ, ഏറ്റവും വലിയ കൂടുണ്ടാക്കിയിട്ടും എൻ്റെ വിധി കേരളത്തിൽ വരാൻ. അപ്പോൾ ഞാൻ വന്നപാട് ഈ കാണുന്ന വുഡാണ് ഞാൻ ആദ്യം മൈൻ ചെയ്തത്. ഇവിടെ വന്നിട്ട് കുറച്ച് ഉറപ്പിക്കലാന്ന് മനസ്സിലാക്കണം. എനിക്ക് ഈ വീട് എടുക്കുമ്പോൾ തന്നെ കുറച്ചങ്ങോട്ട് സഹിക്കണം. നിങ്ങളും സഹിക്കണം, ഞാനും സഹിക്കണം, എല്ലാവരും സഹിക്കണം. എല്ലാവരും ചാണകമൂലൊക്കെ എന്ന് പറയുന്ന മാതിരി. ഓക്കെ, ആ മരമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് മൈൻ ചെയ്ത്. ഞാൻ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് മരം വുഡ് ചെയ്ത്, പിന്നെ അവിടുന്ന് മരം വുഡ് ചെയ്തു മാറിപ്പോയി. അവിടുന്ന് വുഡ് കട്ട് ചെയ്ത്, പിന്നെ ഈ ബ്ലോക്ക് ഇതാണ് ഞാൻ ആദ്യമായിട്ട് അവിടുന്ന് കിട്ടിയ ബ്ലോക്ക്. ഞാൻ മാറ്റി വെച്ചു, എന്നിട്ട് അവിടെ വെച്ചു. അങ്ങനെ ഈ ബ്ലോക്കാണത്. എന്നോട് ഞാൻ ഓൾറെഡി ഇത് വേറെ. അപ്പോൾ ഞാൻ പെട്ടല്ലോ. നീ ഇങ്ങോട്ട് പോകും പെടല്ലേ? പെട്ടുവോ? ഇല്ല. ഇവൻ തന്നെ. ഇതാണ് ഈ ബ്ലോക്ക് തന്നെയാണ്. ആരും ഡൗട്ടൊന്നും ചെയ്യല്ലോ. ഈ ബ്ലോക്കാണ് ആ ബ്ലോക്ക്. പൊട്ടൻ തന്നെ. ഒരു ചെസ്റ്റ് അങ്ങോട്ട് വേഗം പണിയോ.
ഏട്ടാ ഒരു വുഡ് കൊണ്ട് അങ്ങനെ ഒരു ചെസ്റ്റ് പണിയാൻ എങ്ങനെയെന്നു അതും അറിയില്ലല്ലോ. എനിക്കങ്ങനെ സുധീൻ്റെ മാതിരി ഒരു സ്വഭാവമില്ല, അതാണ് നല്ലത്. എന്താ ഇപ്പോൾ ഓക്കെ, ഇതാ ഈ ബ്ലോക്കാണ്. എനിക്ക് ഇതെന്നാണെന്ന് നോക്കട്ടെ. ഇവിടെ ഞാനൊരു അടയാളം വരച്ചിരുന്നു. അതെ പാച്ചൻസ്. ഓക്കെ, പാച്ചൻസ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതന്നെ ഇവിടാണ് ഞാൻ ആദ്യം മൈനത്. ഞാൻ കല്ല് വെച്ചിട്ട് കൊത്തുപണി ചെയ്തിരുന്നു പാച്ചൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതന്നെ. അപ്പോൾ ഈ ചെസ്റ്റ് അങ്ങോട്ട് പണിയാം. ഇത് നേരത്തൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏകദേശം 3 മാസം ഞാനൊക്കെ വീഡിയോ എടുത്തിട്ട് എനിക്ക് മടിയായിരുന്നു വേറൊന്നുമില്ല. അപ്പോൾ ഈ വുഡ് അങ്ങോട്ട് വെക്കാം. ഐഷ് പൊട്ടാ. ഇവിടെ വെക്കാം. ഇത് ഇവിടെയും വെക്കാം. ഇപ്പം എന്നാൽ ശരിയല്ലേ. നമുക്ക് കുറച്ച് സ്റ്റോൺസൊക്കെ മൈൻ ചെയ്ത് ഇവിടെ നമുക്ക് പറയും. നമുക്ക് സുധീൻ്റെ മാതിരി ഒരു കുന്നിൻ്റെ മേലെ വീടുണ്ടാകണോ, അതോ നിരപ്പായ സ്ഥലത്ത് വീടുണ്ടാകണോ, അതോ ഒരു സീക്രട്ട് ബേസ് മാതിരി. ഫുഡേ ഇത് തിന്നാൻ പറ്റും തോന്നുന്നു. റോമുട്ട പച്ചിറച്ചി തിന്ന് ജീവിക്കുന്നു. കഷ്ടം തന്നെ മുതലാളി. അപ്പോൾ ഷിഫ്റ്റ്. അപ്പോൾ ആ കുന്നിൻ്റെ മേലെ വീടുണ്ടാക്കുന്നു. പിന്നെ ഇവിടെ ഉണ്ടാക്കണം വീടുന്ന് നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഈ ഷീറ്റ് എന്ത് കഷ്ടമാണ്. എനിക്ക് ഭ്രാന്ത് പഠിക്കുന്നു. ഇപ്പം FPS എത്രയാണെന്നൊക്കെ നോക്കാം. അതേ ഇറക്ക് മോറടിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ കുന്നിൻ്റെ മേലെ വീടുണ്ടാകുന്നു. ഈ നിരപ്പായ പ്രദേശം എന്താകുന്നു. ഓൾറെഡി ഞാൻ വലിയൊരു പ്രോക്കളെ പാച്ചൻസ് പറഞ്ഞ ട്രിക്ക് കൊണ്ട് ഞാനൊരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിത്ത് ആൻഡ്രിയോസ് ഹാൻഡ് ടച്ചപ്പ്. അപ്പോൾ ഞാൻ ആ വീടാണ് ഇത്ര വലിയ ഗംഭീരമായ വീട്. അംബാനിക്ക് വരെ ഉണ്ടാവില്ല എന്നാണ്. അംബാനിൻ്റെ വീട് ഇതിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നതാണ് പാച്ചൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാച്ചൻസ് പറഞ്ഞ മാതിരി ഇത് അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ് ഗൈസ്. കണ്ടല്ലോ, ടിപ്പിക്കൽ മൈൻക്രാഫ്റ്റ് ഗെയിമർ. അപ്പോൾ പറ, നമുക്ക് ചളി വേണ്ട. അവിടുന്ന് ഉണ്ടാക്കുന്നോ ഇവിടെ ഉണ്ടാക്കുന്നോ നിങ്ങൾ തന്നെ പറ. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഇനി ഇത്രക്കുള്ള വീഡിയോ ഒരു സീരീസ് തുടങ്ങിയെന്ന് പറയാൻ വേണ്ടി ചളി കൊണ്ട് ഞാൻ മാത്രം കുറേ നീട്ടിയിട്ടുണ്ട്. സോ അതിനു വേണ്ടി കുറേ സോറി. എനിക്ക് എന്തിനാണെന്നറിയില്ല ഈ വീഡിയോ എന്തിനാണെന്ന് എടുക്കണമെന്ന്. പിന്നെ എടുത്ത് പോകുന്നേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എന്താക്കുന്നു, ഈ കുറേ ആയാലും സ്ക്രീൻഷോട്ട് എടുക്കുന്നു ഞാൻ വട്ടുണ്ടോ. അപ്പോൾ ഇന്ന് ഇത്രക്കുള്ള വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ലോസ്റ്റ് മാർക്കർ.